ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ബംഗ്ലാദേശിൽ ഭരണം മാറി അവിടെ യൂനസ് വരികയാണ്. ഷേഖ് ഹസീന അവിടെ നിന്ന് പോയി, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് BJP-യെയും RSS-നെയും അതിന്റെ അണികൾ തന്നെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ഹിന്ദുക്കളുടെ പെർസിക്യൂഷനാണ്. അവിടെ ഒരുപാട് ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നു, ഹിന്ദു സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു, അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അവിടെ അഴിഞ്ഞാടുകയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ. അപ്പൊ ആ ഒരു സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കുന്നില്ല എന്ന് പല ആൾക്കാരും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഞാൻ പോലും ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇതെന്തുകൊണ്ടാണ് മോദി ഒന്നും ചെയ്യാത്തത്? സ്വാഭാവികമായിട്ട് അത് മറ്റൊരു രാജ്യമാണ്, നമുക്ക് ബംഗ്ലാദേശിൽ പോയി ബോംബിടാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവസാനം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ തന്നെ ആയുധമെടുത്ത് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചു. ഇപ്പോഴും ആ പ്രോസിക്യൂഷൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മോദി ഒന്നും ചെയ്യില്ല, ഇനി മോദി ഒന്നും ചെയ്യില്ല എന്ന് പല ആൾക്കാരും ഇങ്ങനെ വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു നരേന്ദ്രമോദി എന്ന് പോലും പല ആൾക്കാരും ചോദിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഞാൻ പോലും അങ്ങനെ ചോദിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അതിന്റെ കണ്ണിലുടക്കിയ വാർത്തയാണ്. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. അത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ ഇതിലെന്താണ് ഒരു പ്രത്യേകത എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതും അന്ന് നമ്മൾ അനുഭവിച്ച ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയിൽ നമ്മൾ അനുഭവിച്ച മാനസിക വ്യഥയും കൂടെ കൂട്ടിക്കലർത്തുമ്പോഴാണ് ഈ വാർത്തയ്ക്ക് ഒരു അർത്ഥമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരി, വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി ഒരു വാർത്താ സമ്മേളനം നടത്തി. സുവേന്ദു അധികാരിയുടെ വാർത്താ സമ്മേളനമാണ് ഇത്. അദ്ദേഹം ഒരു അമെൻഡ്മെന്റ് ആക്ട് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിന്റെ പത്രിക ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇത് ബംഗാളി ഭാഷയിലാണ്, നമുക്കിത് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ മാറ്റാം. ഞാൻ പറയാം എന്താണെന്ന്. അത് ഉയർത്തി കാണിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, ബംഗ്ലാദേശിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഹിന്ദുക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവർക്ക് ഇങ്ങോട്ടേക്ക് വരാം, ഞാൻ അവർക്ക് വേണ്ടി അതിർത്തികൾ തുറന്നിടുകയാണ്. ആ ആപ്ലിക്കേഷൻസ്, പെർസിക്യൂട്ടഡ് ഹിന്ദുസിന്റെ ആപ്ലിക്കേഷൻസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അവർക്കിവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ ഞാൻ പോവുകയാണ്, അവർക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഓൾറെഡി അവിടെ നിന്ന് 10,000-കണക്കിന് ആൾക്കാർ ഇവിടെ സിറ്റിസൺഷിപ്പിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അവർക്ക് അവരുടെ സിറ്റിസൺ സർട്ടിഫിക്കറ്റിന് പ്രയോറിറ്റി കൊടുക്കും എന്നുള്ളതാണ് സുവേന്ദു അധികാരി പറയുന്നത്. നോക്കൂ, ബംഗ്ലാദേശിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഏതൊരു ഹിന്ദുവിനും ഇനി സധൈര്യം വെസ്റ്റ് ബംഗാളിലേക്ക് കയറി വരാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നരേന്ദ്രമോദി ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ ആക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. വെസ്റ്റ് ബംഗാളിൽ ഭരണം മാറി, സുവേന്ദു അധികാരി വന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇവിടെയുള്ള സകല ബംഗ്ലാദേശികളെയും അടിച്ചു പുറത്താക്കി എന്ന് പറഞ്ഞാൽ മുസ്ലിം ബംഗ്ലാദേശികൾ, അവിടെ നിന്ന് അനധികൃതമായിട്ട് വന്നവരെയും പുറത്താക്കി. ഇനി അവിടെയുള്ള ഹിന്ദുക്കൾ വരൂ എന്നാണ് സുവേന്ദു അധികാരി പറയുന്നത്. മണിപ്പൂരിലും സമാനമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അവർക്കും NRC നടപ്പിലാക്കണമെന്ന് പറഞ്ഞ നീക്കം നടക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഇതൊരു വലിയൊരു മൂവ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. എന്താണ് ബിജുചേട്ടൻ്റെ ഒരു ടേക്ക് ഇത്? നല്ലൊരു കാര്യം. അതായത് ഈ വാർത്ത ശരിക്കും കേൾക്കേണ്ടത് ആ സമയങ്ങളിലെല്ലാം ശ്രീ നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചിരുന്ന തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും ഈ വാർത്ത കേൾക്കണം. നിങ്ങൾ പോകുമ്പോൾ കൈയടിച്ചില്ലെങ്കിലും മനസ്സിലെങ്കിലും അദ്ദേഹത്തിനൊരു 100 നന്ദി പറയണം. നരേന്ദ്രമോദിയെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നാണ് ഒരു വിധപ്പെട്ട ഹിന്ദുക്കളെല്ലാം തന്നെ പറയുന്നത്. അത് ഒരുപക്ഷെ ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഹിന്ദുക്കളുടെ സ്വാഭിമാനം വീണ്ടെടുക്കുന്ന ഒരുപാട് പ്രവൃത്തികളിലേക്ക് അദ്ദേഹം എത്തി. പക്ഷെ അദ്ദേഹത്തിന് അതിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് കല്ലേറായിരുന്നു. കാരണം ഗോദ്ര കലാപം ഇല്ലെങ്കിൽ എല്ലാം അദ്ദേഹത്തിന്റെ തലക്കൊണ്ട് വെക്കുക, അദ്ദേഹത്തെ കല്ലെറിയുകയും ഒക്കെയാണ്. പക്ഷെ കാലം അത് തെളിയിച്ചു അത് തെറ്റായിരുന്നു എന്നുള്ളത്. കേവലം അധികാരത്തിൽ കയറി 2 ദിവസം കഴിഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നരേന്ദ്രമോദി തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഈ ബംഗ്ലാദേശിൽ കലാപം തുടങ്ങിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും അവിടെ ചെയ്യാൻ കഴിയില്ല. ഏതാണ്ട് നല്ലൊരു ശതമാനം തന്നെ അവിടുത്തെ ജനസംഖ്യയുടെ 18% അടുത്ത് വരും ഹിന്ദു ജനസംഖ്യ. ഈ 18% ജനം എന്ന് പറയുമ്പോൾ 1-2 പേരല്ലല്ലോ. അപ്പൊ അവരെ നമുക്ക് ഇവിടെ എത്തിക്കുക. അത് മാത്രവുമല്ല, ഈ ബംഗ്ലാദേശിന്റെ വിഭജന സമയത്ത് അവിടെ പാകിസ്ഥാനിലും എത്തിയിട്ടുണ്ട് ഹിന്ദുക്കൾ, വിഭജന സ്ഥാനത്ത് ഉണ്ടായിരുന്നു. അതുപോലെ എത്തിയുള്ള ഹിന്ദുക്കളെല്ലാം തന്നെ അവിടെ മിക്കവാറും പേര് അധ്യാപകരാണ്, കുറച്ചു പേർക്കൊക്കെ ബിസിനസ്സുകളുണ്ട്. അങ്ങനെ അവരവരുടെ ജീവിതം അവിടെ കരിപ്പിടിപ്പിച്ച് വീടുകളും മറ്റും വാങ്ങി കരിപ്പിടിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർക്കെതിരെ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്ക് എങ്ങോട്ടൊരു അഭയം കിട്ടും, എവിടെ പോകും? ലോകത്തെ ഹിന്ദുവിന്റെ പ്രധാന ചോദ്യമാണ്, നമുക്ക് പോകാൻ ഒരു രാജ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാ ഹിന്ദുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് പോകാൻ വേറൊരു ഇടമില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഈ രാജ്യത്ത് മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് ഭരണാധികാരികളുണ്ട്, ഭരണകൂടങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ആരും തന്നെ ഇല്ല. ഇവിടെയാണ് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നത്, ഹൃദയ സാമ്രാട്ടാകുന്നത്.
അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നത് വളരെ സൈലന്റ് ആയിട്ട് നടന്ന ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വളരെ വർഷങ്ങൾ എടുത്തുകൊണ്ട്, അതായത് ഈ ബംഗ്ലാദേശ് കലാപമൊക്കെ ആ ബംഗാൾ തെരഞ്ഞെടുപ്പിന് വലിയ പ്രതിഫലിച്ചിട്ടുണ്ട്. അന്നു മുതൽ തന്നെ അവിടെ BJP-ക്കാര് ഹെൽപ്പ് ഡെസ്കുകളും മറ്റും തുടങ്ങിക്കൊണ്ട് ഈ പൗരത്വ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള, അത് നമ്മൾ എടുത്തിട്ടുള്ളൊരു വാർത്തയാണ്, എല്ലായിടത്തും ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങി ഈ പേരുകളും മറ്റും രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനം അവിടെ ഒരുക്കിയിരുന്നു. അപ്പം ഈ വിഭജന കാലത്ത് ബംഗ്ലാദേശികളായിട്ടുള്ള ഹിന്ദുക്കൾ കുറെ പേര് ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലേക്ക് എത്തിയിരുന്നു, കുറച്ചു പേര് അസാമിലേക്ക് എത്തിയിരുന്നു, കുറച്ചു പേര് ഒഡീഷയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഇവരെയൊക്കെ വീണ്ടും തിരിച്ചോടിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും അവിടുത്തെ സർക്കാരുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ മഡുവ എന്നൊക്കെ പറയുന്ന സമുദായമൊക്കെ അങ്ങനെയാണുള്ളത്. ഇപ്പോൾ അതിനേക്കാളും വലിയ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി, അക്ഷരത്തിൽ സുവേന്ദു അധികാരി അല്ല, നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. കാരണം സുവേന്ദു അധികാരി ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് അവിടെ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാം, ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ തരും. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ജീവൻ നഷ്ടപ്പെടുമെന്നൊരു ഘട്ടത്തില് മാത്രമാണ് അവിടുന്ന് ഒരാൾ ഓടി വരുന്നത്. അതല്ലാതെ ഈ ഒരു ആഹ്വാനം കേൾക്കുമ്പോൾ ആരും വരില്ല. പക്ഷെ ഈ ആഹ്വാനം അവർക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, അത് ചെറുതല്ല. അതായത് നമുക്കൊരാളുണ്ട്, എനിക്ക് കയറി ചെല്ലാൻ ഒരു ഇടമുണ്ട്, എന്റെ കുടുംബക്കാരെന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് എപ്പോ വേണേലും അങ്ങോട്ട് പോകാം എന്ന് നമുക്കൊരു അഭിമാനം തോന്നിയാൽ സ്വാഭാവികമായി തന്നെ ബംഗ്ലാദേശിലുള്ള സർക്കാർ ഇല്ലാത്തവരല്ല അവര്, അല്ലെങ്കിൽ അനാഥരല്ല അവര്. അവർക്കൊരു ബൃഹത്തായ രാജ്യമുണ്ട്, വലിയ രാജ്യമുണ്ട്, നട്ടലുള്ളൊരു ഭരണാധികാരിയുണ്ട്. നമ്മളെക്കാൾ എത്രയോ മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അവര്. അവര് വിളിക്കുന്നുണ്ട് ഇവരെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭിമാനം ഉണരുകയാണ് അവിടെ. നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്രയൊക്കെ കലാപം നടന്നിട്ടും അവിടുത്തെ ഹിന്ദുക്കൾ മതം മാറിയില്ല എന്നുള്ളിടത്താണ് ആ ഹിന്ദുക്കളുടെ നട്ടലിന് മുമ്പിൽ നമ്മൾ നമിക്കേണ്ടി വരുന്നത്. ഇവിടെ പാൽപ്പൊടി കാണുമ്പോഴും കഞ്ഞി കൊട്ടുമ്പോഴും മതം മാറും, എന്നിട്ട് ആനുകൂല്യം മേടിക്കാൻ അവരുടെ സ്റ്റാറ്റസ് കോ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുമുണ്ട്. പക്ഷെ അവിടെയാണ് ഈ കൊടിയ പീഡനങ്ങൾക്കിടയിൽ മതം മാറാതെ നട്ടലുയർത്തി നിൽക്കുന്ന ആ ഹിന്ദുക്കൾക്ക് മുമ്പ് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം. ആ ഹിന്ദുക്കൾക്ക് ആവേശം പകരുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് ശ്രീ സുവേന്ദു അധികാരി നടത്തിയിരിക്കുന്നത്. ഗംഭീരമായൊരു വാർത്ത. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത ടേക്കപ്പ് ചെയ്യുമോന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ വാർത്ത കേൾക്കുമ്പോൾ. അതായത് അവിടെയുള്ള ഹിന്ദുക്കളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ, ബംഗാളിൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ നൽകാം എന്നവർ പറയുകയാണ്. അത് വലിയ കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ ബംഗ്ലാദേശിലെ ബംഗാളികൾ അനുഭവിക്കുന്നത്, കാരണം ബംഗാളിലെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഈ നവരാത്രി, ഇപ്പൊ നവരാത്രി വരിക, നവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓണം പോലെ, ഓണം നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ആചാരങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഇല്ല വലിയ, പക്ഷെ അവർക്ക് അങ്ങനെയല്ല. നവരാത്രി നമുക്കറിയാം, നവരാത്രി നമ്മളും ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ആഘോഷം തന്നെയാണത്. അതുപോലും ആഘോഷിക്കാൻ അവിടെ അസാധ്യമാകാത്തൊരു സ്ഥലമാണ്. അല്ല, ഇതിൽ വേറൊരു കാര്യം ചോദിക്കട്ടെ. സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു കാര്യം, അവിടെ നിന്ന് ഈ ഹിന്ദുക്കൾ വരുമ്പോൾ, എത്രയധികം ഹിന്ദുക്കൾ എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു ഹിന്ദു വരികയാണെന്ന് വിചാരിക്കുക. ആ ഒരു ഹിന്ദു വരുമ്പോൾ അവരുടെ ഇവിടെയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കും? അവർക്ക് ഇവിടെ താമസിക്കാൻ വീട് വേണം, അവർക്ക് സ്ഥലം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നോക്കുന്നത്? സർക്കാർ അത് കൊടുക്കാനുള്ള തീരുമാനത്തിലാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും അതിന്റെ പ്രൊസീജിയറൊക്കെ? അല്ല, അവിടുന്ന് വരുന്നവരെ ആദ്യം നമ്മൾ താമസിപ്പിക്കുക അഭയാർത്ഥി ക്യാമ്പുകളിൽ തന്നെയാണ്. ബാക്കിയുള്ളവരുടെ ലീഗലി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാല് പിന്നീട് പതുക്കെ, കാരണം നമ്മുടെ ഈ കേരളവുമായിട്ട് മറ്റു സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യരുത്. പുറമ്പോക്ക് ഭൂമി ഒരുപാട് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും. ഒരുപാട് ഭൂമി കിടപ്പുണ്ട്, ഫ്ളാറ്റ് പണിത് കൊടുക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ വരുന്നവർക്ക് ജീവിതമാർഗം കൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് കാടിന് നടുക്കൊണ്ടോ മലയുടെ മുകളിൽ കൊണ്ടോ ഫ്ളാറ്റ് പണിത് കൊടുത്തിട്ട് കാര്യമില്ല. അത് കേരള സർക്കാർ മാത്രമേ ഇതുവരെ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ ഈ ആലപ്പുഴ ജില്ലയിലെ കടലിൽ കയറുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കോട്ടയത്തും ഇടുക്കിയിലും ഫ്ളാറ്റ് കൊടുക്കാൻ തീരുമാനമാക്കിയത് അതിനുവേണ്ടി പണിത് ഉയർത്തിയവരാണ്. അവിടുന്ന് അവൻ എങ്ങനെയാണ് രാവിലെ ഇറങ്ങി വന്ന് ഇവിടെ വള്ളം ഇറക്കുന്നത്, അല്ലെങ്കിൽ കടലിലെ പണിക്ക് പോകുന്നത്? പക്ഷെ അവിടെ അങ്ങനെയല്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്ക് കൊടുക്കാൻ ആണെങ്കിൽ, ഒരുപാട് ഇതുണ്ട്. അപ്പോ അത് മാത്രവുമല്ല, ഇപ്പോൾ ഈ ബംഗാളികൾ അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ നിന്ന്. അവിടെയൊക്കെ ഇവരെ കൊണ്ട് നമുക്ക് താമസിപ്പിക്കാനായിട്ട് കഴിയും. പക്ഷെ ഇതിനകത്ത് വളരെ വേദനാജനകമായ ഒരു കാര്യമുണ്ട് ധനുഷേ. അവിടെ ഈ പണ്ട് പുരാതന കാലം തൊട്ടേ ജനിച്ച അവിടുത്തെ സിറ്റിസൺഷിപ്പായി അവിടെ തന്നെ സ്ഥലം വാങ്ങി വീട് വെച്ച് കുടുംബം പോറ്റി മുമ്പോട്ട് പോകുന്നവരുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ വരുന്നത്. ഇത് ഒന്നുകിൽ കിട്ടിയ വിലക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ അവരിതെല്ലാം തള്ളിക്കളഞ്ഞു വരിക. പക്ഷെ എന്നാലും ഒരു ധൈര്യമുണ്ടല്ലോ, ഒരു ധൈര്യമുണ്ട്, നമുക്ക് അഭിമാനത്തോടെ കയറി ചെല്ലാൻ ഇടമുണ്ടെന്ന്. നമ്മുടെ ഒരു കുടുംബം ഇങ്ങനെ നിൽക്കുകയാണ്, എടാ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നീ ഇങ്ങനെ പോരെ എന്ന് പറയാൻ നമ്മുടെ ഒരു തറവാടിൽ ഒരു കാരണവരുണ്ടെങ്കിൽ, ഒരു കുടുംബം ഉണ്ടെങ്കിൽ, ഈ അവിടെ നിന്ന് ഹിന്ദുക്കളായിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ അവിടെ നല്ല ജോലിയുള്ള ഒരാൾ ആ നല്ല ജോലി ഉപേക്ഷിച്ച്
അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, തൻ്റെ പ്രിയപ്പെട്ട ഒരു സ്ഥലം താൻ സമ്പാദിച്ച് ഇത്രയും കാലമൊക്കെ ഉപേക്ഷിച്ച് നമ്മളെ രാജ്യത്തിലേക്ക് വരികയാണ്. അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഹിന്ദു ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബംഗ്ലാദേശിൽ മതം മാറാം. മതം മാറി മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോസിക്യൂഷൻ നേരിടണ്ട, കാരണം ഇവനും അവരിൽ ഒരാളായി. പക്ഷെ ഞാൻ അതിന് തയ്യാറല്ല, ഞാൻ എൻ്റെ റൂട്ട്സ് കൈവിടാൻ തയ്യാറല്ല, എൻ്റെ പാരമ്പര്യം, എൻ്റെ സ്വത്വബോധം വിടാൻ തയ്യാറല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറാകുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ല, അതിനിപ്പോ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് പഴയ വെസ്റ്റ് ബംഗാളല്ല, ഇപ്പൊ എത്രയോ കമ്പനി, ഗൂഗിള് അവിടെ ഈ അടുത്ത സമയത്ത് കണ്ട വാർത്തയാണ്, ഗൂഗിൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒരു വിഭാഗം, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ വിഭാഗം പേര് വീട്ടിൽ കൊണ്ട് ജോലി കൊടുക്കണം, പണിക്ക് പോകത്തില്ല, ശമ്പളം വീട്ടിൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ, തൊഴിലില്ലായ്മ പറഞ്ഞുകൊണ്ട്. ലോകത്ത് ഒരു ജനവും അങ്ങനെ ഇല്ല, അവരെന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് പോകുന്നവരാ. ഈ വരുന്ന അധ്യാപകരാണെന്നുണ്ടെങ്കിൽ തന്നെ അവരെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇന്ന് കരുതിട്ട് ഈ വരുന്നവർക്ക് മുഴുവൻ ജോലിയും കൂലിയും കൊടുക്കാൻ കഴിയില്ല, കാരണം ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവരുണ്ട്. പക്ഷെ അവരെ നമ്മളിവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മതിയാകും. അവർക്ക് വളരും. ഒരു ചെടി വളരുന്നത് പോലെ തന്നെയുള്ളൂ. പറിച്ച് നടുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായി ചെടി വളരുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഒരു പാർപ്പിട സൗകര്യങ്ങളില്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി, അല്ലാതെ നമ്മൾ വാങ്ങിക്കൊടുക്കണമെന്നില്ല. മനുഷ്യൻ അത് കണക്ക് പൊക്കോളും. ഏതായാലും വലിയ കാര്യം തന്നെ. അതായത് എനിക്കിപ്പോ തോന്നുന്നത്, ഈ നമ്മൾ പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത് ഡയലോഗുണ്ട്, ഞാൻ അനാഥനാണെന്ന് പറയും. ഈ ബംഗ്ലാദേശികളുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതാണ് തോന്നുന്നത്, ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ, അനാഥരാണ്, ഞങ്ങൾ ഇവിടെ കിടന്ന് ചാകാൻ വിധിക്കപ്പെട്ടവരാണല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു നമ്മുടെ കുടുംബത്തിന്റെ ഒരു കാരണവരും എന്ന് പറയാം, കേറി വാ മക്കളെ, നിങ്ങൾ എങ്ങി വാരെ, ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾക്കെല്ലാം എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് സുഗന്ധ അധികാരിയുടെ പത്രസമ്മേളനം തോന്നിയത്. നരേന്ദ്രമോദിക്ക് ഒരു ബിഗ് സല്യൂട്ട്, അദ്ദേഹത്തിന് കൈയടി കൊടുക്കണം. ഏതായാലും അദ്ദേഹത്തെ ചീത്ത വിളിച്ചവരൊക്കെ നിർബന്ധമായി ഇത് കേൾക്കണം. കുറഞ്ഞ പക്ഷെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു അപേക്ഷ.